ബ്രിട്ടനിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചേർന്ന് ഒരു ഗ്ലോബൽ സമ്മിറ്റ് നടക്കുകയാണ്. അത് ചിലപ്പോൾ ബ്രിട്ടന്റെ തന്നെ ഭാവി പൂർണ്ണമായിട്ടും മാറ്റിയേക്കും. കാരണം അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ഏകദേശം കണക്കുകളൊക്കെ പറയുമ്പോൾ ചില PEW കണക്ക് മറ്റു ഏജൻസികളൊക്കെ പറയുമ്പോൾ ഏകദേശം 10 ലക്ഷത്തിന് മുകളിലാണ്. ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുപോകും പല രാജ്യങ്ങൾ, അതിൻ്റെ ഇറാഖും പല അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ സമ്മിറ്റ് ഞാൻ കുറച്ച് ലൈവായിട്ട് കണ്ടു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. അതായത് ബ്രിട്ടനിൽ താമസിക്കുന്ന വളരെയധികം മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇത് മീറ്റിംഗിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് അയാളെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന വിഷയമാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. കാരണം ബ്രിട്ടന്റെ ലോ വളരെ സോഫ്റ്റ് ആണ്. അതിൻ്റെ പേരിൽ ഈ സീ സൈഡിൽ കൂടെ ചെറിയ ബോട്ടുകളിലായിട്ട് ഓരോ മാസവും ബ്രിട്ടനിൽ വരുന്ന 6000 പേരാണ്. ഇന്നലത്തെ ഞാൻ വീഡിയോയ്ക്ക് അത് ഫോട്ടോ വെച്ചിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ ബോട്ടിനകത്ത് ആൾക്കാർ കയറി വരികയാണ്. അപ്പൊ അതുമായിട്ട് ചേർന്ന് വരുന്ന സ്മഗ്ലേഴ്സ് ഉണ്ട്, ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന നിയമം എന്ന് പറയുന്നത് ടെറർ നിയമത്തിലോട്ട് പോവുക. അതായത് ഈ കടലിൽ വല്ലതും ഇത് കണ്ടവർ ഫയർ ചെയ്യും. അതായത് ടെററിസ്റ്റ് നിയമവും ആൾക്കാരെ സ്മഗിൾ ചെയ്യുന്ന നിയമവും ആ നിയമത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഏതെങ്കിലും മലയാളികൾ ഇത് കേൾക്കുന്നവര് ഇതുമായി ബന്ധപ്പെട്ട് വല്ലോ സ്മഗ്ലർ ട്രേഡിംഗ് ബിസിനസ് നടത്തുന്നവര് ഉദ്ദേശിക്കുക അവിടുത്തെ നിയമം ശക്തമാക്കി. കാരണം ടെറർ നിയമത്തിലോട്ടാണ് ഇത് പോകുന്നത്. പിന്നീട് പോലീസിന് വലിയ രീതിയിലുള്ള അധികാരം കൊടുക്കുകയാണ്. കാരണം അവിടുത്തെ ഏറ്റ് കൂപ്പർ എന്ന് പറഞ്ഞ അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ, അപ്പൊ അവർ ഈ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ സംസാരിച്ചവർ ഇന്ന് സംസാരിക്കുന്നു. അവർ പറയുന്നത് ഈ സ്മഗളേഴ്സ് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിട്ടന്റെ കോസ്റ്റൽ സൈഡിലോട്ട് ആൾക്കാരെ ഇറക്കി വിടുന്നത്. കാരണം എവിടെയാണ് പോലീസ് സെക്യൂരിറ്റി അതൊക്കെ മാറിയിട്ട് ആ സമയത്ത് ഈ ബോട്ടുകൾ അടുപ്പിക്കുന്ന ഇവരെ ഇറക്കി വിടുന്നു. അപ്പൊ പോലീസിന് കൂടുതൽ പവർ, അതായത് ഫയറിങ് ചെയ്യാനുള്ള പവർ കൊടുക്കുകയാണ്. അപ്പം ഒന്ന് മനസ്സിലാക്കാൻ, ടെററിസ്റ്റ് നിയമത്തിലോട്ട് വരുന്നത്. രണ്ടാമത് പോലീസിന് വലിയ അധികാരം കൊടുക്കുന്നു. കാരണം പലപ്പോഴും പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ പോലീസിന് പവർ കൊടുക്കുന്നു. ഇവരെ ജോലിക്ക്, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അവിടെ വരുന്നവരെ ജോലിക്ക് എടുക്കുന്ന എംപ്ലോയർ ആരെങ്കിലും, കാരണം പല ആൾക്കാരും വെക്കുന്നുണ്ട് ഏകദേശം 3-4 ലക്ഷം പേര് അങ്ങനെ ജോലി ചെയ്യുന്നവരെ. കാരണം അവർക്ക് ജീവിക്കാൻ പണം വേണ്ട. അവർക്കെതിരെ 60,000 പൗണ്ടിന്റെ ശിക്ഷ വരുന്നു. അത് 5 വർഷം തടവ്. പിന്നീട് മറ്റൊന്ന്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകദേശം 20 ബില്യൺ പൗണ്ട് ഇതിനു വേണ്ടി വെക്കുകയാണ്. വരാൻ പോകുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് എമൗണ്ട്. അതിന് അമേരിക്കൻ ഗവൺമെന്റിന്റെ സഹായവുമുണ്ട്. ഈ വന്നിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഈ വന്നിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന്, അറേബ്യൻ രാജ്യം, അവർക്കൂട്ട് കയറ്റി അയക്കാൻ വേണ്ടി. അതായത് മനസ്സിലാക്കുക, ശക്തമായ നിയമം. ഇനി ഇവരെ പഴയ പോലെയൊക്കെ ഇന്ത്യയിലെ നമ്മുടെ മലയാളികളായ ലിബറൽ ആൾക്കാർ പറഞ്ഞ പോലെ ഇവരെ കൈ കെട്ടിയിട്ടും കാല് വിലങ്ങും വെച്ചാണൊക്കെ തിരിച്ചു വിടുന്നത്. കാരണം അങ്ങോട്ടാണ് നിയമം പോകുന്നത്. അപ്പൊ ഈ സമ്മിറ്റ് നടക്കുമ്പോൾ അവിടെ UK റിഫോംസ് പാർട്ടിയുടെ നേതാക്കളൊക്കെ പറഞ്ഞ് ചുമ്മാ ഉള്ള പറച്ചില്ല, ഇത് കാര്യമായിട്ടൊന്നും നടക്കുമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അവിടെ ലേബർ പാർട്ടിക്കകത്ത് പ്രശ്നമായി. അപ്പം ഈ ടെലഗ്രാഫിന്റെയും ഗാർഡിയന്റെയും സണ്ണിന്റെയും ഒക്കെ റിപ്പോർട്ടിനകത്ത് കാണുമ്പോൾ, ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് മനസ്സിലാക്കുക, ലേബർ പാർട്ടി ശക്തമായ നിയമം എടുത്ത് ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മുസ്ലിംസിനെ അവിടുന്ന് ഒഴിവാക്കിയില്ല എങ്കിൽ ലേബർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഒന്നുമല്ലാതായി മാറും. അതേപോലെ കൺസർവേറ്റീവ് പാർട്ടി ഒന്നുമല്ലാതായി. അത്രമാത്രം പോപ്പുലാരിറ്റിയാണ് റിഫോംസ് പാർട്ടിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിക്കകത്തുള്ള മെമ്പേഴ്സും ലീഡേഴ്സും രണ്ടും, കൺസർവേറ്റീവ് ആണെങ്കിൽ ലേബർ പാർട്ടി, അവരാണ് കൂടുതൽ ഇതിന് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ശക്തമായ നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ബ്രിട്ടൻ തിരികെ വരികയുള്ളൂ, ബ്രിട്ടന്റെ എക്കോണമി മാറുകയുള്ളൂ. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. ബോർഡർ സെക്യൂരിറ്റി എന്ന് അതിഭയങ്കരമായ അവർക്ക് ഫുള്ളായിട്ട് പവർ കൊടുക്കണം. ആരെങ്കിലും അലഞ്ഞു തിരിയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ എത്രയും പെട്ടെന്നും, കാരണം
ഇതിന്റെ ലീഗൽ പ്രൊസീജിയറും അതിനൊക്കെ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ഫണ്ട് മാറ്റി വെക്കുന്നത്. അതിന് പ്രത്യേക കോടതികൾ തയ്യാറാക്കുന്നു, പ്രത്യേക പോലീസിനെയും ഫോഴ്സിനെയും തയ്യാറാക്കുന്നു. അനാവശ്യമായിട്ട് ഇവരെവിടെങ്കിലും കറങ്ങി നടന്ന് അള്ളാഹു അക്ബർ തക്ബീർ അപ്പോഴേ പോക്കി എടുത്തുകൊണ്ട് പോകുന്നു. ഇതിങ്ങനെയൊക്കെയാണ് നിയമം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബ്രിട്ടന്റെ പല ലിബറലായിട്ടുള്ള തീരുമാനങ്ങൾ അത് മുഴുവനും മാറ്റി എഴുതാൻ ഈ പറയുന്ന സമ്മിറ്റിൽ ഏകദേശ ധാരണയായി. അപ്പൊ ഈ രാജ്യങ്ങളിൽ നിന്ന് വന്ന് അതുകൊണ്ടാണ് 40 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ ഈ ഗ്ലോബൽ സമ്മിറ്റ് നടത്തുന്നത്. അപ്പൊ അതുമായിട്ട് വരുന്ന ഈ രാജ്യങ്ങളിൽ വന്ന ആൾക്കാരെ ഈ രാജ്യങ്ങൾ ഏറ്റെടുത്തോളാൻ തയ്യാറാണ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേകം കോളനി പണിയാൻ വേണ്ടി സിറിയയിലാണെങ്കിൽ, ലെബനനിലാണെങ്കിൽ, ഇറാഖിലാണെങ്കിൽ അതിന് ബ്രിട്ടനും അമേരിക്കയും പണം കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഇവരെ ബ്രിട്ടനിൽ നിന്ന് ഒഴിവാക്കും. കാരണം അമേരിക്കയുടെ പേടി എന്ന് പറയുന്നത് ഈ സംഭവം, അതായത് ബ്രിട്ടനിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ബ്രിട്ടനിൽ ഒരു ഇസ്ലാമിക രാജ്യമാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയുക, പൂർണ്ണമായിട്ട് ഈ സാധനത്തെ തള്ളിക്കളയുക. അവിടെ താമസിക്കുന്ന, അതായത് ബ്രിട്ടനിൽ താമസിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കും പേടിയായി. അതുകൊണ്ടാണ് സാദിഖ് ഖാൻ ഉൾപ്പെടെയുള്ള ലേബർ പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത് ശക്തമായ നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പോലും ഇനി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാകും. കാരണം അവിടെയുള്ള ബ്രിട്ടീഷേഴ്സ് ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഞാൻ ഭയങ്കര ശോഭിതരാണ്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണമെന്ന്, എവിടൊക്കെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. കാരണം ഈ അൺസർട്ടനിറ്റി ഒരു സംഭവം ഉണ്ടായിരുന്നു ബ്രിട്ടൻ്റെ അകത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ പഴയ രീതിയിലോട്ട് തിരികെ വരും. കാരണം 1-2 വർഷം കൂടി 10 ലക്ഷം പേരുടെ ദൂരകളാനുള്ള പരിപാടിയാണ്. കാരണം ഇവരെ ഇനി അടുപ്പിക്കേണ്ട എന്നുള്ളത്. അതേപോലെ അവിടെ ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സ്വീഡിഷ് രീതിയിലായിരിക്കും, ശക്തമായ രീതിയിൽ. കാരണം പഴയ രീതിയിൽ അവർക്ക് പോകാൻ പറ്റില്ല. അതായത് ബ്രിട്ടൻ സ്ട്രോങ് അഗെയിൻ എന്ന് പറയുന്ന പോലെ രീതിയിലോട്ട് മാറിയിട്ട്, കാരണം ഈ എക്കോണമി എല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോഴാ ലേബർ പാർട്ടിയുടെ അവരുടെ പോപ്പുലാരിറ്റി എല്ലാം ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത്, ഈ ബ്രിട്ടീഷുകാരന് മനസ്സിലായത് ഈ പോക്ക് ശരിയാകത്തില്ല, ഇതിനെ തീർത്തേ മതിയാവത്തുള്ളൂ. ആ സമ്മിറ്റിന്റെ അവസാനത്തോടു കൂടി ഇവരെ തീർക്കുന്ന പരിപാടി ഏകദേശ ധാരണയായിട്ട് എത്രയും പെട്ടെന്ന് അവർ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് ഈ പല മീഡിയകളും, അതായത് ബ്രിട്ടീഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ
കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.